അസ്സലാമു വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം 2 ദിവസങ്ങളോട് കഴിഞ്ഞാൽ അറഫ നോമ്പാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച അറഫ നോമ്പാണ്. അറഫ നോമ്പിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരു വ്യക്തി മനസ്സിലാക്കുകയാണെങ്കിൽ, ഓൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും അറഫ നോമ്പ് കളയുകയില്ല. എല്ലാവർക്കും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് പലരും അത് ലാഘവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പലരും അറഫ നോമ്പ് എടുക്കാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. നാം എല്ലാവരും മനുഷ്യരാണല്ലോ. മനുഷ്യൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഒരുപാട് തെറ്റുകൾ, ഒരുപാട് തിന്മകൾ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഒരാൾക്ക് ഒരു അറഫ നോമ്പ്, ആ ഒറ്റ ദിവസം നോമ്പ് കൊണ്ട് അയാളുടെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാവങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാവങ്ങളും ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് പൊരുത്തപ്പെട്ട് തരുകയാണ്. അതുപോലെ മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് ആയുസ് വർദ്ധിപ്പിച്ചു തരുമെന്നും ഒരുപാട് കാലം നല്ലതുപോലെ ജീവിക്കാനുള്ള അള്ളാഹു ഒരുക്കി തരുമെന്നും മറ്റൊരു സൗഭാഗ്യമുള്ളത് നരകരക്ഷ കിട്ടിയിട്ട് എന്തിനുപരി ആ ഒരു ഒറ്റ ദിവസം ഒരുപാട് അടിമകളെ നരകമോചനം ചെയ്യുമെന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു നേട്ടം എന്തെന്ന് വെച്ചാൽ, മരുഭൂമിയിൽ മണൽത്തരിയോളം നിങ്ങൾ മോഷണം ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം പടച്ച റബ്ബ് കംപ്ലീറ്റ് ക്ലീനായിട്ട് പൊരുത്തപ്പെട്ട് തരും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം, മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ പോലെ ആ നോമ്പ് ഏറ്റെടുത്ത വ്യക്തിയുടെ മേൽ പടച്ച റബ്ബ് വർഷിക്കുമെന്നാണ്. അതിലുപരി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട്. ഈ എണ്ണപ്പെട്ട ഒരു ദിവസമാണ് ഈ ഒരു അറഫ ദിവസം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഫലം എന്തെന്നാൽ, ഒറ്റയൊരു നോമ്പ് കൊണ്ട് തന്നെ 1000 പ്രതിഫലം. മാഷാ അല്ലാ, എത്ര വലിയ കാരുണ്യവാനാണ് പടച്ച റബ്ബ്. അത്ഭുതം തന്നെ. നമ്മുടെ ശരീരത്തുള്ള നാഡീനരമ്പുകളെല്ലാം ഏകദേശം 7 ട്രില്യൺ കണക്കിന് നാഡീനരമ്പുകൾ മനുഷ്യ ശരീരത്തുണ്ട്. ആ നാഡീനരമ്പുകളെല്ലാം ആ മനുഷ്യ ശരീരത്തിൽ പാവമോചനം നേടുമെന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുന്നു. ഈ നോമ്പ് എടുത്ത വ്യക്തി മരണപ്പെട്ടു പോയി ഖബറിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന സമയത്ത് ലോകത്തുള്ള അള്ളാഹു സൃഷ്ടിച്ച എല്ലാ മാലാഖമാരും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളും ആ മുസാഫത്ത് ചെയ്യപ്പെടുമെന്നുള്ള ആ മുഹൂർത്തം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാരണം ഇതിൻ്റെ പ്രതിഫലം അറിയാത്തത് കൊണ്ട് നിങ്ങൾ അറഫ നോമ്പ് നഷ്ടപ്പെടുത്തരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.